ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ ഉത്തരവ് ഇറങ്ങിയതിന് പിന്നാലെ പതിവ് പോലെ ചിലർ വിവാദങ്ങളുടെ പുകമറ സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പഴയ ചില സംഭവങ്ങൾ കുത്തിപ്പൊക്കി നേതാക്കൾക്കെതിരെ കേസെടുത്ത IPS DYSP ഓഫീസർമാരോട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതോടെ കണക്ക് തീർക്കുകയാണെന്ന മട്ടിലാണ് പ്രചാരണങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതും പ്രാദേശിക നേതാക്കളോട് കൊമ്പുകോർത്തതുമൊക്കെ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരെ ദൂരേക്ക് തെറിപ്പിച്ചെന്നൊരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ചില കേന്ദ്രങ്ങൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അനാവശ്യ കുത്തിത്തിരിപ്പുകൾക്കും രാഷ്ട്രീയ പുകമറകൾക്കും കൃത്യമായ ഒരൊറ്റ മറുപടി കൊണ്ട് തടിയിട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 161 ഡിവൈഎസ്പിമാരെ ഒന്നിച്ച് സ്ഥലം മാറ്റുമ്പോൾ അതിൽ ഓരോരുത്തരുടെയും ജാതകം നോക്കാൻ തനിക്ക് സമയമില്ലെന്ന ഒറ്റ ചോദ്യത്തിലാണ് ആ പ്രചാരണങ്ങളുടെ മുനിയൊടിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്തെ താത്കാലിക മാറ്റങ്ങൾക്ക് ശേഷം ഉദ്യോഗസ്ഥരെ പുനർനിയമിക്കുന്നതും സേവനം കൂടുതൽ ആവശ്യമുള്ള മേഖലകളിലേക്ക് മാറ്റുന്നതും തികച്ചും സ്വാഭാവികമായ ഭരണപരമായ നടപടി മാത്രമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ ഓരോ ട്രാൻസ്ഫറിന് പിന്നിലും രാഷ്ട്രീയ പ്രതികാരത്തിന്റെ കഥകൾ മെനഞ്ഞെടുക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണ്. സുതാര്യമായ രീതിയിലും കൃത്യമായ സർവീസ് ചട്ടങ്ങൾ പാലിച്ചുമാണ് ഈ സ്ഥലം മാറ്റ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ മികവ് കണ്ടറിഞ്ഞ് അവരെ സർക്കാരിന് അനിവാര്യമായ ഇടങ്ങളിൽ നിയമിക്കുക എന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ചുരുക്കത്തിൽ പോലീസിലെ ഭരണപരമായ ക്രമീകരണങ്ങളെ സ്വന്തം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിക്കുന്നവർക്ക് കിട്ടിയ ശക്തമായ തിരുത്താണ് ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിലുള്ളത്. വെറുതെ വിവാദങ്ങളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി സർക്കാരിന്റെ ശ്രദ്ധ തിരിക്കാമെന്ന് കരുതുന്നവർക്ക് മുന്നിൽ കൃത്യമായ മറുപടിയോടെ ഭരണവുമായി മുന്നോട്ടു പോകുമെന്ന ഉറച്ച നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ്.